ഹലോ, ഇന്ന് നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ എൻ്റെ കമ്പോസ്റ്റിൻ്റെ ബിന്ന് നിറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി പറയാനാണ്. അപ്പം അതിനു മുമ്പ് ഞാൻ ഈ കമ്പോസ്റ്റ് വെച്ചിരിക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ സ്ഥലത്താണ് കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത്. താഴെ ഒരു ടാങ്കും അതിൻ്റെ സൈഡിലായിട്ട് സിലിണ്ടറും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. അവിടെ ഷീറ്റ് അടിച്ചിട്ടുള്ളതുകൊണ്ട് മഴ വെള്ളം വീഴാത്തതുകൊണ്ട് ഞാൻ അവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഈ കമ്പോസ്റ്റ് ഇരിക്കുന്നത്. അപ്പം അതെനിക്കൊന്ന് പറയണമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഇതുപോലെ സ്ഥലമില്ലാത്തവർക്കെല്ലാം ഇങ്ങനെ ചെയ്യാം, യാതൊരു കുഴപ്പവുമില്ല. എൻ്റെ ഒരു ബിന്ന് നിറഞ്ഞു. ഞാൻ സെക്കൻഡ് ബിന്ന് എടുത്ത് അതിനകത്ത് പുല്ലൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മുമ്പ് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് 2 ബക്കറ്റ് കിട്ടിയതായിരുന്നു. അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് പുല്ലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുതലുള്ള വേസ്റ്റ് ഞാൻ ഇതിലാണ് ഇടുന്നത്. മറ്റേത് ഞാൻ മാറ്റി വയ്ക്കും. അത് നിറഞ്ഞു. അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഇനി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ കൊണ്ടുവന്ന് വേസ്റ്റ് ഇട്ടായിരുന്നു. ഞാൻ അവസാനം എല്ലാം കൂടെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പം ഞാൻ വേസ്റ്റ് കൊണ്ടിട്ടപ്പോൾ അതങ്ങ് നിറഞ്ഞു. അപ്പം ഇനി അതിൻ്റെ മീത് കരിയിലയും ഒക്കെ വരുമ്പോഴത്തേക്കും അതങ്ങ് നിറയും. പിന്നെ നമ്മൾ അതിൻ്റെ മേലെ വേസ്റ്റ് ഇടരുത്. കാരണം ഇനി ഇത്രയും മതി. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാനും അങ്ങനെയുള്ള സൗകര്യത്തിനെല്ലാം ഇത്ര വേസ്റ്റ് ഇടുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് വേസ്റ്റ് ഇങ്ങനെ താന്ന് പോകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും, ഓക്കെ ഇതിനകത്ത് കുറേ സ്ഥലമുണ്ടല്ലോ, അപ്പോൾ ഇതിനകത്ത് തന്നെ വീണ്ടും കൊണ്ടുവന്ന് വേസ്റ്റ് ഇടാമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. കാരണം ഓൾറെഡി കമ്പോസ്റ്റ് ആയി വരുന്ന അതിലേക്ക് വീണ്ടും വേസ്റ്റ് ഇടുമ്പം ഈ പുഴുക്കളും കാര്യങ്ങളൊക്കെ വീണ്ടും ഉണ്ടാവും, മേലെ ഉണ്ടാവും. അപ്പോൾ മേലെ ഉണ്ടാവുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പറഞ്ഞ വെള്ളവും എല്ലാം താഴെ ഇറങ്ങി ഓൾറെഡി നമ്മൾ കമ്പോസ്റ്റ് ആകാതിരിക്കുന്ന സാധനം അങ്ങ് നശിച്ചു പോകും. അത് വീണ്ടും വെള്ളമൊക്കെ ആയി കുഴഞ്ഞ് അതങ്ങ് മൊത്തം ഇതായി പോകും. അപ്പം ഇതിപ്പം ഇത്ര മതി. ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ ഓപ്ഷൻ. ഞാൻ ഈ കരിയിലെല്ലാം ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കുന്നതെല്ലാം ഈ പുഴുക്കളും കാര്യങ്ങളൊക്കെ മേലെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും അടിയിലോട്ട് പിടിക്കോളും. പിന്നെ നമുക്ക് ഇളക്കി കൊടുക്കാനെടുക്കുക ഒരു സൗകര്യത്തിനും കൂടെ ആ ഒരു സൈഡ് വരെ മാത്രം മതി. ഇതിനപ്പുറം ഇനി ഇതിൽ വേസ്റ്റ് ഞാൻ ഇടില്ല. ഇത് ഞാൻ മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇളക്കുന്ന സമയത്ത് ഡ്രൈ ആയിട്ടിരിക്കുകയാണെന്ന് നമുക്ക് തോന്നിയാൽ ശകലം വെള്ളം നനച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യവുമില്ല. ഇപ്പം ഞാൻ ഇത് എടുത്ത് കാണിച്ചു തരാം. ഇതിൽ കണ്ടോ, ഞാൻ അടിയിലോട്ട് വെള്ളം വീഴുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ബക്കറ്റ് വെച്ചത്. പക്ഷേ ഇതുവരെയ്ക്കും അങ്ങനെ വെള്ളം വീണില്ല. എൻ്റെ അതിനകത്തിരിക്കുന്നതെല്ലാം കുറച്ച് ഡ്രൈ വേസ്റ്റുകളായതുകൊണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഫൈനൽ റിസൾട്ടുമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.